ദ ഫിലിം സ്റ്റോറി മെയിൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്ന് ഞാനൊരു പടം കണ്ടിരുന്നു. ബോളാഗോളം എന്ന് പറയുന്ന ഒരു പടം കണ്ടു. അത് നമ്മളെ മലപ്പുറത്തുകാരുടെ മാത്രം ഒരു പടമാണ്. നാട്ടിലൊരു കളിക്കളോ കൂടിക്കലർത്താൻ ഒരു ക്ലബ്. അതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ നമ്മൾ റീലൊക്കെ ചെയ്യുന്ന കൊമ്പങ്കാട് കോയ, കുഞ്ഞാപ്പു, ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് ജുനൈസ് കാപ്പ് സംവിധാനം ചെയ്ത് നല്ലൊരു പടാണ്. അതില് ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടാണ്. അത് ഫുട്ബോൾ സംബന്ധമായ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ലഹരിയെ സംബന്ധിച്ച് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. ബർഗർ ഇല്ലാത്തവനെ ബില്യണറാക്കിയ കളിയാ. എവറിത്തിങ് ഈസ് പോസിബിൾ. ഈ ഒരു കളിക്കാരനാവണമെന്നാണ് കാലത്തിന്റെ കണക്കൂട്ടല്. പിന്നെ അതുപോലെ തന്നെ അതിലൊരു ചെറിയ റൊമാൻസ് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഇമോഷണൽ ക്യാരക്ടർ വരുന്നുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഒന്നും പറയാനില്ല, ഒരുപാട് പേരെ കരയിപ്പിക്കുന്ന ഒരു സീനുകളൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ഇൻ്റർവ്യൂ വരെയുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയെ സംബന്ധിച്ചും ഫുട്ബോളിനെ സംബന്ധിച്ചിട്ടും, പിന്നെ അത് ഇൻ്റർവെല്ലിന് ശേഷം ക്ലൈമാക്സിലെത്തുമ്പോൾ ഒരുപാട് നല്ല ഇമോഷണൽ ക്യാരക്ടറിൽ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് വലിയ ക്രൂവൊന്നുമല്ല, ഒരു ചെറിയൊരു പടമാണത്. പക്ഷേ ഒരുപാട് സ്റ്റാർ വാല്യുള്ള ആളുകളും ഒന്നുമല്ല അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ആരും ദുനിയാവില് എന്നായാലും ഒരു പെണ്ണ് കെട്ടണ്ടേ. റീലൊക്കെ ചെയ്യുന്ന നമ്മളെ കൊമ്പങ്കാട് കോയ, നസീർ, ഒരുപാട് പേരാണ് മലപ്പുറത്തുകാരനാണ്. 5-6 കൊല്ലം അവിടെ നിന്നിട്ട് എന്റെ കയ്യിൽ കായില്ല. ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന പലതും ഭ്രാന്തെന്ന് പറയുന്ന പകൽക്കിനാക്കള. ഞാൻ പ്രീമിയർ ഷോ ആണ് ഇത് കണ്ടത്. ഇതിൻ്റെ റിലീസ് വരുന്നത് ജൂലൈ 3-ാം തീയതിയാണ്. ഇത് ഒരുപാട് വലിയ സിനിമകൾ വന്നിട്ടും അതിലൊരു ചെറിയൊരു സിനിമയാണ് ഇപ്പോൾ ഇത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരുപാട് നല്ല മെസ്സേജ് തരുന്നു. പിന്നെ ഒരുപാട് ഫുട്ബോളിനെ പ്രേമിക്കുന്ന അവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു പടം. ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുന്ന നല്ല ഇമോഷണൽ ക്യാരക്ടർ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. മലപ്പുറത്തുകാരുടെ ഒരുപാട് സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത റീലൊക്കെ ചെയ്ത് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ആളുകളാണ് നമ്മളെ കുഞ്ഞാപ്പു, കൊമ്പങ്കാട് കോയ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ. അതിമനോഹരമായിട്ട് കൊമ്പങ്കാട് കോയൻ്റെ ഇമോഷണൽ ക്യാരക്ടറാണ് ഇതിൽ വരുന്നത്. ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന വ്യക്തികളാണ്, പക്ഷേ ഈ ഒരു പടത്തിൽ ഇമോഷണൽ ക്യാരക്ടർ കാണിക്കുന്നു, നല്ലൊരു മെസ്സേജ് തരുന്നു ലഹരിയെ സംബന്ധിച്ച്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ആ പടത്തിൻ്റെ വിജയമാണ് അവർക്ക് അടുത്തൊരു പടത്തിലേക്ക് പ്രചോദനമാകുന്നത്. എന്തായാലും നല്ല പടം. വലിച്ചു വലയേണ്ടവനല്ല, കളിച്ച് കയറേണ്ടവനാണ്. നീയായിരുന്നു ശരിയെന്നത് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കടാ. ഒരു ചെറിയ ടാക്കിൾ. അതിന് എക്സ്ട്രാ ടൈം വേണ്ടി വരും. സ്പന്ദനമല്ല, പന്ത് തന്നെയാണ് ഗോളം.